പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ആകെയുള്ള 294 മണ്ഡലങ്ങളിൽ 152 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും. ഈ മാസം 29-നാണ് ബംഗാളിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. സ്ത്രീ വോട്ടർമാരുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണ യുവാക്കൾക്കായി പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതി. ഇത്തവണയും ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്നു മമതാ ബാനർജി. പ്രാദേശിക വികാരം ഉണർത്തിയും കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചും ശക്തമായ പ്രചാരണത്തിലാണ് തൃണമൂൽ കോൺഗ്രസ്. നരേന്ദ്രമോദി മുതലുള്ള ദേശീയ നേതാക്കൾ ഇത്തവണയും BJPക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു. പക്ഷേ നേരിട്ട് മമതാ ബാനർജിയുടെ പേരെടുത്ത് കടന്നാക്രമിക്കാൻ മോദി പൊതുവെ ശ്രമിച്ചില്ല. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. SIR നടപ്പാക്കിയതിനൊപ്പം ബംഗ്ലാദേശി കുടിയേറ്റവും പരമാവധി ചർച്ചയാക്കി. കൊൽക്കത്തയിലെ അലിമുദ്ദീൻ സ്ട്രീറ്റിലെ മുസാഫർ അഹമ്മദ് ഭവൻ CPIM-ന്റെ ബംഗാളിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിട്ടും അതിന്റെ ഓളമൊന്നും പാർട്ടി ഓഫീസിന് മുന്നിൽ കാണാനേയില്ല. തെരുവിലെങ്ങുമുള്ളത് തൃണമൂൽ കോൺഗ്രസിന്റെ പതാകകൾ. 34 വർഷം ഭരിച്ച പാർട്ടി ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ അപ്രസക്തരായി നിൽക്കുകയാണ്. തലയെടുപ്പുണ്ടായിരുന്ന പഴയ നേതാക്കൾ ഓരോരുത്തരായി വിടവാങ്ങിയത് പാർട്ടിയെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. कोई कहने मन अच्छा लीडर नहीं है उसका जो है इसलिए वैसा है. पहले जो था अभी वो नहीं. വാശിയേറിയ ഒരു പ്രചാരണ കാലത്തിനാണ് പശ്ചിമബംഗാൾ സാക്ഷിയായത്. അതിനൊത്ത നിലയിൽ പോളിംഗ് ശതമാനം ഉയർത്താനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കൊൽക്കത്തയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.